ആഗ്രഹമുണ്ട്, പ്രതീക്ഷയില്ല. ഈ ആഗ്രഹവും പ്രതീക്ഷയ്ക്കും രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് എന്തും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഏതോ വിണ്ണിൽ നടക്കുന്ന എന്തോ അമാനുഷിക ശക്തിയുള്ള ആരൊക്കെയോ ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത തലമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ അനുകരിക്കുന്നത്. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കലാകാരന്മാരൊക്കെ സിനിമയിലേക്കൊക്കെ വന്നു തുടങ്ങി. മണിച്ചേട്ടൻ വരുന്നു, അശോകൻ ചേട്ടനൊക്കെ ഓൾറെഡി ഇന്നായി, ദിലീപേട്ടൻ അപ്പോഴേക്കും സിംഗിൾ സോളോ ഹീറോയിലേക്ക് അപ്പൊ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം അമേരിക്കയിലെ പ്രസിഡന്റ് ആവണോ. ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെയും നമ്മളോടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളുടെ സമുദായത്തിൽപ്പെട്ട, നമ്മളുടെ ഈ ബന്ധത്തിലോ അങ്ങനെ കുടുംബത്തിലോ അങ്ങനെയൊക്കെ പെട്ട ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെയാണ് ഈ പരിപാടിക്ക് കിടക്കുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുക, നിരുത്സാഹപ്പെടുത്തുക, നമ്മളെ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറുക. ആർക്കും ആരും ഉണ്ടാവത്തില്ല, നിന്റെ കാര്യം നീ നോക്കിക്കോളൂ. ഈ സാധനം തന്നെ വേണമെങ്കിൽ പ്രേംകുമാറിലേക്കും പിടിക്കാം. ആർക്കും ആരും കാണത്തില്ല, എന്റെ പൊന്ന് മാമച്ച അമ്മാവ. ജഗതി ചേട്ടനെ ചെയ്യുന്നതിലാണ് എല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു പ്രശംസ പോലെ പറയുന്നത്. അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചേട്ടൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു ഷോയും ജഗതിമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഗതി ചേട്ടൻ എനിക്ക് തോന്നുന്നു അതില് ലൈവായിട്ട് വന്നിട്ടുമുണ്ട്, ഇല്ലല്ലേ? ഷോ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4-5 തവണ ജഗതിമയത്തിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗതി ചേട്ടന്റെ ആദ്യമായിട്ട് ചെയ്ത ഏത് സിനിമയിലെ ഇതാണ് ആദ്യമായിട്ട് ജഗതി ചേട്ടന്റെ ട്രൈ ചെയ്തത്? ഞാന് ഈ ഓഡിയോ കാസറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഓഡിയോ കാസറ്റിലെ ശബ്ദത്തിൽ അന്ന് തിലകൻ ചേട്ടൻ ഇവരൊക്കെ കൂടി. അന്ന് ആ ഓഡിയോ കാസറ്റിൽ പ്രത്യേകത എന്ന് പറഞ്ഞാല് അന്ന് തമിഴ് പുലി പ്രഭാകരനെ പിടിക്കാനായിട്ട് പോകുന്നൊരു ടൈമാ. ആ തമിഴ് പുലി പ്രഭാകരനെ പിടിക്കാനായി മലയാള സിനിമയിൽ താരങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ മാളാരവിന്ദനൊക്കെ വന്നിട്ട് പ്രഭാകരാ ഇങ്ങനെ പറയുന്നു. അപ്പൊ ജഗതി ചേട്ടൻ വന്നിട്ട് താൻ ആരുവാടേ പ്രഭാകര, തനിക്കൊരു വിചാരമുണ്ട്, താൻ ഏതോ വലിയ കോപ്പിലെ രാജാവാണെന്ന്, താനൊരു പുല്ലുമല്ല എന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് നമ്മുടെ താളവട്ടത്തിൽ. അത് പ്രഭാകരൻ, തമിഴ് പുലി പ്രഭാകരനിലേക്ക് മാറ്റിക്കൊണ്ട് ചെയ്ത്. അതാണ് ഞാൻ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും. ആവുന്നുണ്ട്. പിന്നെ നമ്മള് സിനിമ ഈ താരങ്ങളെയൊക്കെ അനുകരിച്ചു തുടങ്ങിയ സമയത്ത് സിനിമ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെ ആദ്യകാലത്തൊക്കെ നമ്മൾ ജഗതി ചേട്ടന്റെ ഈ പറഞ്ഞ ഈ ഡയലോഗ്, പിന്നെ നമ്മുടെ ഓമനെ ഓർമ്മയുടെ കുടുകുടാരങ്ങളിൽ തകിട മകിടം അമ്മാനമാടി പഞ്ചപാണ്ഡവരുടെ നെഞ്ചകത്തെ തഞ്ചിലേറ്റിയ പഞ്ചരത്നത്തിലെ ത്വാഴി നിന്റെ മൃദുല മനോഹര മേരിയിൽ എനിക്കും കൂടി ഇടം തരുമോ കരളേ എന്നൊക്കെ പറയുന്ന അടിപൊളി. ഈ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ കാണാതെ എങ്ങനെ പഠിച്ചു വെക്കുന്നത്? നമ്മളിങ്ങനെ പ്രാക്ടീസ് ആണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഒരാളെ അല്ലല്ലോ, എത്രയോ പേര് മിമിക്രി ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ചെയ്ത മൂവീസിലെ അതെ അത് നമ്മൾ സിനിമ കാണുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇന്നിപ്പോ യൂട്യൂബിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യാം. അന്ന് ആ ഓപ്ഷൻസ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് ഏകദേശം ഇതങ്ങോട്ട് പെട്ടെന്ന് ഗൃഹസ്ഥ്യമാക്കും. പറ്റുമെങ്കിൽ പേന പേപ്പർ എടുത്ത് എഴുതിയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് പിന്നീട് ശബ്ദരേഖയുടെ ഒക്കെ കാസറ്റ് ഇറങ്ങുമായിരുന്നു. പിന്നെ റേഡിയോയിൽ ശബ്ദരേഖ വരുമെന്ന് സിനിമയുടെ. അപ്പൊ നമ്മള് അന്ന് ടേപ്പ് റെക്കോർഡർ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി മേടിച്ചോണ്ടൊക്കെ വന്നിട്ട് ഇത് കാസറ്റിൽ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിനോടുള്ള താല്പര്യമാണല്ലോ. അങ്ങനെ പിന്നെ ശബ്ദരേഖയുടെ ഒക്കെ കാസറ്റ് ഇറങ്ങും. ആ കാസറ്റ് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 6-ാം തമ്പുരാൻ നരസിംഹം സമയത്തൊക്കെ അതിന്റെയൊക്കെ ഓഡിയോ കമ്മീഷണറിന്റെ ഒക്കെ ശബ്ദരേഖ സൗണ്ട് ട്രാക്ക് ഒക്കെ വരുമായിരുന്നു. ആ കാസറ്റ്സ് ആയിട്ട് ഇറങ്ങുമായിരുന്നു. അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഇങ്ങനെ റീഅടിച്ച് എഴുതി. അപ്പൊ മിമിക്രിക്ക് വേണ്ടി ഒരു ഡയറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറിക്കകത്ത് ഓരോ നടന്മാരുടെ ശബ്ദം, പിന്നെ മറ്റു മിമിക്രിക്കാർ പറയുന്ന അത് കേൾക്കും. എങ്ങനെയാ അവര് ചെയ്യുന്നത്, അവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ച് ഇത് ഇങ്ങനെ പതുക്കെ പിടിക്കും. പിന്നെ നമ്മള് നമ്മുടേതായ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തൊക്കെ പറയും. അങ്ങനെയുണ്ട്. ചേട്ടൻ പറയുന്ന ഈ ക്യാരക്ടേഴ്സിലെ ഇപ്പം ഡിഫറെന്റ് ആക്ടേഴ്സിനെ ചെയ്യുന്നതില് എല്ലാവരുമായിട്ട് ഒരു സാമ്യം ഉണ്ടോ? കാരണം ഇപ്പം ചിലവര് ചെയ്യുമ്പോ അവര് പറയും ഇന്ന ആളിന്ന് ഇന്ന ആളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതൊരു ചെറിയ വോയിസ് നോട്ടിന്റെ ചേഞ്ചിലാണ്. അതൊക്കെ അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ഒരു പാറ്റേൺ പോകുന്നത്? നമ്മൾ പിടിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബൈജു സന്തോഷ് ഏട്ടന്റെ ഒക്കെ ശബ്ദമില്ലേ, ഇപ്പൊ ഇങ്ങനെ പറയില്ലേ, ആർക്കും ആരും ഉണ്ടാവത്തില്ല, നിന്റെ കാര്യം നീ നോക്കിക്കോളൂ. ഈ സാധനം തന്നെ വേണമെങ്കിൽ പ്രേംകുമാറിലേക്കും പിടിക്കാം. ആർക്കും ആരും കാണത്തില്ല, എന്റെ പൊന്ന് മാമച്ച
അമ്മാവ ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ ലാൽ ജോസ് സാറിന്റെ ശബ്ദം, ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം, അല്ലെങ്കിൽ പഴയ ശങ്കരാടി ചേട്ടന്റെ ശബ്ദം, ഇപ്പോഴത്തെ സുനിൽ സുഗതയുടെ ശബ്ദം, അവിടെ നിക്ക് ഏടാ ഇമ്മാണ്ടല്ലേ, അങ്ങനെ ഈ ഇവരുടെയൊക്കെ ശബ്ദത്തിന് ചെറിയ ചെറിയ പലർക്കും പല ശബ്ദങ്ങളും ചെറിയ സാമ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചില മോർഫിംഗ് ഒക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലേക്ക് പാറ്റേൺ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഒരാളോട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് ഏകദേശം കിട്ടും. പിന്നെ അതിന്റെ ചില സ്ലാങ്, ചില മോഡുലേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. കൂട്ടുകാരെ തന്നെയൊക്കെ നമ്മൾ അനുകരിക്കുമല്ലോ, സ്കൂളിലെ ടീച്ചേഴ്സിനെ അനുകരിക്കും, നമ്മുടെ സഹപാഠികളൊക്കെ. അന്നൊക്കെ അതൊക്കെയായിരുന്നു പണി. നമ്മൾ പഠിത്തത്തേക്കാൾ കൂടുതൽ പിന്നെ പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ ഞാനൊരു ബിലോ ആവറേജ് ആയിരുന്നു. കളിയിലായിരുന്നു ഇതിലായിരുന്നു താല്പര്യം. സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ നമ്മളിപ്പുറന്ന് പാരഡി എഴുതുക, കൂട്ടുകാരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും കോമഡി ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. ബാക്ക് ബെഞ്ചർ ആയിരുന്നു? ബാക്ക് ബെഞ്ചർ അല്ല, എനിക്ക് പൊക്കം കുറവായത് കാരണം ഞാൻ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു. കാരണം ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അന്നിരുത്തുന്നത്. അന്നൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ ഇത്രയും കട്ടിമീശയൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇത്രയും കട്ടിമീശയൊന്നും ഇല്ല എങ്കിൽ പോലും ചെറിയ നനുത്ത രോമങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കും. പക്ഷെ എനിക്ക് അന്നും ഇന്നൊക്കെ ഹൈറ്റ് ഒക്കെ ആവറേജിൽ താഴെയാണ്. അപ്പൊ നമ്മളൊക്കെ പിടിച്ച് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടെടുത്തു. അതുകൊണ്ട് ഫ്രണ്ട് ബെഞ്ച്. പക്ഷെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കുന്നവർക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പഠിക്കുമായിരുന്നു. അപ്പൊ എന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കും. പഠിക്കാതെ നിവൃത്തിയില്ലാണ്ടായി. കാരണം എന്ത് വന്നാലും ക്വസ്റ്റ്യൻ പ്രശാന്ത് സ്റ്റാൻഡപ്പ്, പിന്നെ സാറിന്റെ മോനും കൂടിയാണ് ഞാൻ, അവിടുത്തെ അധ്യാപകന്റെ മോനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആവറേജ് ലെവലിലങ്ങ് പോകും. ഇപ്പം സിനിമയിൽ വരാൻ ആദ്യകാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഏറ്റവും കൂടുതൽ മിമിക്രിയിൽ എങ്ങനെയും കേറി പറ്റണം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ ആഗ്രഹമില്ലെന്നല്ല, ഈ ആഗ്രഹമുണ്ട്, പ്രതീക്ഷയില്ല. ഈ ആഗ്രഹവും പ്രതീക്ഷയ്ക്കും രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് എന്തും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം അമേരിക്കയിലെ പ്രസിഡന്റ് ആവണമെന്ന്, ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്കത്. പക്ഷെ മിമിക്രി കലാകാരന്മാര് സിനിമയിൽ എത്തിപ്പെടാറുണ്ട്. അല്ല, അന്നത്തെ കാലത്ത് ജയറാമേട്ടനൊക്കെ വന്നു, അല്ലെങ്കിൽ പുറകെ ഞാൻ വരുന്ന സമയത്ത് ദിലീപേട്ടനൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായി, ജയസൂര്യ, ഞങ്ങള് ജയസൂര്യൊക്കെ ഒരുമിച്ച് ഒരേ ബാച്ചിൽ വന്നവരാ. പക്ഷെ ഈ സമയത്ത് നമുക്ക് ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ എനിക്കത് കാരണം ഇതൊക്കെ ഏതോ വിണ്ണിൽ നടക്കുന്ന എന്തോ അമാനുഷിക ശക്തിയുള്ള ആരൊക്കെയോ ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത തലമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ അനുകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മിമിക്രിയിൽ വന്നപ്പോ പതുക്കെ നാട്ടും പുറത്തൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, എന്നാണ് ഇനി സിനിമയെ കാണണേ. അപ്പോഴൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഓരോ കൂട്ടുകാരും അതൊക്കെ ഇങ്ങനെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കലാകാരന്മാരൊക്കെ സിനിമയിലേക്കൊക്കെ വന്നു തുടങ്ങി. മണിച്ചേട്ടൻ വരുന്നു, അശോകൻ ചേട്ടനൊക്കെ ഓൾറെഡി ഇന്നായി, ദിലീപേട്ടൻ അപ്പോഴേക്കും സിംഗിൾ സോളോ ഹീറോയിലേക്ക് എത്തി തുടങ്ങുന്നു. അപ്പൊ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്, എനിക്കും വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നായകൻ അങ്ങനെ ഒരു സങ്കല്പമേ എനിക്കില്ല. കാരണം എനിക്ക് എന്റെ പരിമിതികളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു പരിമിതി ഉണ്ടോ ശരിക്കും? എനിക്ക് ഒന്നാമത്തെ കാര്യം നന്നായിട്ട് നടക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആളാണ്, എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ എന്റെ ആഗ്രഹം ഈ ക്യാരക്ടർ റോൾസ് ചെയ്യണം. സിദ്ദിഖിക്ക അല്ലെങ്കിൽ നെടുമുടി വേണുചേട്ടൻ പറയുമ്പോ അഹങ്കാരമായിട്ട് തോന്നും. പിന്നെ അതുകൊണ്ടൊരു ഗുണവും കൂടിയുണ്ട്, ഇറങ്ങുന്ന 25 സിനിമയിൽ നമ്മളുണ്ടാവും. നായകനായി കഴിഞ്ഞാൽ 4 പടത്തിലുണ്ടാവും. തന്നെയല്ല ഈ റിസ്ക് മൊത്തം നമ്മുടെ ഷോൾഡറിലാവും നായകനായാൽ. മറ്റേതിന് റിസ്ക് ഒന്നുമില്ല. ക്യാരക്ടർ റോൾസ് പറഞ്ഞ് സിദ്ദിഖിക്ക ഉൾപ്പെടെ മിമിക്രി ഇതുപോലെ സിനിമാല പോലത്തെ പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ വന്നവരാണല്ലോ. അവരൊക്കെ അതിന് മുമ്പേ വന്ന സിദ്ദിഖിക്ക കലാഭവനില്, നമ്മുടെ നടൻ സിദ്ദിഖ്, അദ്ദേഹം കലാഭവനില് വന്നൊക്കെ മിമിക്രി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. എന്നുവെച്ചാല് കുറച്ച് സ്റ്റേജുകൾ വന്നു, പിന്നെ അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടാതെ പോയി, അങ്ങനെയൊക്കെ പിന്നെ വേറെ വഴിക്കാണ് അദ്ദേഹം സിനിമയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ അത് നന്നായിട്ട് മിമിക്രി ടാലന്റ് ഉള്ള ആളാണ്. അതെ തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സിനിമ എന്നുള്ളത് മിമിക്രിക്കാര് കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജയറാമേട്ടൻ ആയിക്കോട്ടെ, മധു സാറിനെയൊക്കെ ചെയ്ത് ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. ദിലീപേട്ടനെ ഇഷ്ടം പോലെ ആക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് സിനിമ ഒരു വിദൂരത അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാത്തത് എന്ന് പറയുമ്പോ മിമിക്രിക്കാർക്ക്, എന്റെ ഒരു അറിവിൽ മിമിക്രിക്കാർക്ക് കുറച്ചും കൂടെ എളുപ്പത്തില്, അതായത് ഒരു 2000-ന് ഇപ്പുറത്തേക്കുള്ള കാലഘട്ടത്തിലാണ് അത് കൂടുതലായിട്ട് സംഭവിച്ചത്. ഞാനൊരു 97-98 കാലഘട്ടത്തിലൊക്കെ വരുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നീട് നമുക്ക് കുറച്ചുകൂടി ഒക്കെ സിനിമ ജനകീയമായി തുടങ്ങി. നമ്മൾ അതായത് നമുക്ക് അപ്രോച്ച്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സിനിമയിൽ ഇന്നായി, അപ്പൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ തുടങ്ങി. പക്ഷെ അന്നും എന്റെ ആഗ്രഹം
ഈ ക്യാരക്ടർ റോൾസ് കിട്ടണം. അതായത് ഇങ്ങനെ ഓ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ ആ ആ അങ്ങനെയൊക്കെ. അതാകുമ്പോൾ റിസ്ക് ഇല്ല, നമുക്കിങ്ങനെ ഒരു സൈഡിൽ കൂടി അങ്ങോട്ട് പോവാം. പക്ഷെ റിസ്ക് ഉണ്ട്. അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും റിസ്ക് ഇല്ലല്ലോ. ഒരു നായകൻ എന്ന് ആ പറയുമ്പോൾ എന്തൊക്കെ റിസ്ക് ആണ്. കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ്മെന്റ്സ്, പിന്നെ ആ കൂടുതലാണ്. സിനിമയുടെ മുഴുവൻ ഭാരം നായകന്റെ ചുമലിലാണ്. പടം പൊട്ടി, ആരുടെ പടം പൊട്ടി, ആ നായകന്റെ പടം പൊട്ടി എന്നേ പറയുള്ളൂ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക്, അപ്പൊ ഞാൻ ആലോചിച്ചു സേഫ് സൈഡ് ഇതാണ് കുറച്ചുകൂടി. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെ മലയാളം മൂവി തെറ്റിദ്ധാരണയുണ്ട്. ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്കിത് എന്നെ സംബന്ധിച്ച് ഇതുവരെ ഒരു കലാകാരനോ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരാളും എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഉം. എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് പറഞ്ഞു വെച്ച കാര്യങ്ങൾ മാറിപ്പോവുക ഒന്നും ഇതുവരെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇല്ല. അല്ലാതെ ഒരിടത്തൊന്നും എനിക്കൊരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല. ഒരു മോശപ്പെട്ട അനുഭവം അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ, ഇപ്പൊ മിമിക്രി വേദികളിലായിക്കോട്ടെ, എൻ്റെ സഹപ്രവർത്തകർ ഒക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. പിന്നെയും നമ്മളോടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളുടെ സമുദായത്തിൽപ്പെട്ട, നമ്മളുടെ ഈ ബന്ധത്തിലോ അങ്ങനെ കുടുംബത്തിലോ അങ്ങനെയൊക്കെ പെട്ട ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെയാണ് ഈ പരിപാടിക്കൊക്കെ നടക്കുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുക, ആ. നിരുത്സാഹപ്പെടുത്തുക, നമ്മളെ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറുക. അത് പിന്നെ ഞാനും മൈൻഡ് ചെയ്യാറില്ല. അതായിരുന്നു ഞാൻ അടുത്ത ചോദ്യം എന്റെ മനസ്സിൽ. ചേട്ടന്റെ ഫാമിലി സപ്പോർട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നമുക്ക് ആദ്യം കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ, നീ ഇപ്പൊ എന്തിനാ സിനിമയിൽ അഭിനയിക്കുന്നേ, വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കൂടെ, ഇതിൽ നിലനിൽപ്പില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരും എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ തന്നെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ മൂവിയിൽ കാണാറുണ്ട്. അപ്പൊ ചേട്ടന്റെ റിയൽ ലൈഫില് ഒരു ഫാമിലി സപ്പോർട്ട് ഈ മൂവിയിലേക്ക് വരാനുള്ള അവരൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നോ, അതോ ചേട്ടൻ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് വന്നത് ഒരാളാണോ? അച്ഛൻ ഈ രംഗത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛന് ഇഷ്ടമായിരുന്നു. മൂവി അച്ഛൻ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോഴുള്ള ചില അക്ഷരസ്ഫുടത, അച്ഛൻ മലയാള അധ്യാപകനും സംഗീത അധ്യാപകനും കൂടിയാണ്. അപ്പൊ ഈ ഉച്ചരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അച്ഛൻ തിരുത്തലുകളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, സഹോദരിയൊക്കെ അടങ്ങുന്ന, അല്ലെങ്കിൽ എന്റെ ഭാര്യ, കുട്ടികളൊക്കെ അടങ്ങുന്നവരുതല്ല. അതിനേക്കാൾ ഉപരി നമ്മളുടെ സമുദായികപരമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അവിടുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, അവരിൽ നിന്നൊക്കെ ഇങ്ങനെ കുറെ തിക്താനുഭവം, ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. അല്ലാതെ വേറെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മറ്റ് തലത്തിലുള്ള ആളുകളുണ്ടല്ലോ, മറ്റു സമുദായക്കാർ, അല്ലെ മറ്റു സുഹൃത്തുക്കൾ, എൻ്റെ സഹപാഠികൾ, എൻ്റെ സ്നേഹിതന്മാർ, എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ, അവരൊക്കെ തന്നേക്കുന്ന ഒരു സപ്പോർട്ടും, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് തന്നേക്കുന്ന സപ്പോർട്ട്. എനിക്കിപ്പോൾ 30 സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 30 സിനിമയിൽ പകുതിയിലധികം സിനിമകൾ എനിക്ക് തന്നേക്കണം എൻ്റെ സഹപ്രവർത്തകരാണ്. എൻ്റെ കൂടെ മിമിക്രി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയാണ്. അവരൊക്കെ നല്ല സപ്പോർട്ടും. ഇതുവരെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് സിനിമാ മേഖലയിൽ നിന്നോ ഒരു തിക്താനുഭവം, ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരാളും അങ്ങനെ ഒന്നും ഒരു എന്താ പറയാ, നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ നമ്മൾ ആര് വളർന്നു വന്നാലും ചില ആളുകൾക്ക് നമ്മൾ രക്ഷപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. ഞാനൊരു കാര്യം പറയാം ഹാജിറ. ഇപ്പൊ നമ്മൾ വളർന്നു വരുന്ന ഒരു ചെടിയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഈ ചെടി വളർന്നാണ് വൃക്ഷമാവുന്നത്. ഈ വളർന്നു വരുന്ന ചെടിയുടെ ചുവട്ടിലേക്ക് ആരും പഞ്ചാമൃതവും പാലും കൽക്കണ്ടവും കൊണ്ട് ഇടൂല. അതിന്റെ ചുവട്ടിൽ ചാണകം, ഫുഡിന്റെ വേസ്റ്റ്, മുട്ടയുടെ തൊണ്ടൊക്കെ ഇടുള്ളൂ. കാരണം അതിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചിട്ടാണ് ഈ ചെടി വളർന്ന് വൃക്ഷമാകുന്നത്. അപ്പോൾ മോശം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം, അതിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉണ്ടാക്കണം, നമ്മൾ വളർന്നോളണം. മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ ചുവട്ടിൽ കൊണ്ട മണ്ണെണ്ണയും പെട്രോളും ഫ്യൂരിഡനൊക്കെ കലക്കി ഒഴിക്കാൻ ആൾക്കാരുണ്ട്. അത് ചെടി ശ്രദ്ധിച്ചോളണം. അത് അവനവന്റെ കാര്യം. ബൈചേട്ടൻ പറഞ്ഞല്ലോ, അവനവന്റെ കാര്യം അവനവൻ നോക്കിക്കോളണം. ആരും ആർക്കും കൂടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ചെടി നോക്കിക്കോളണം. ആ കെറോസിൻ ഒഴിക്കുന്നത് ചിലപ്പോ ഈ പറഞ്ഞ അടുത്ത ബന്ധുവോ സമുദായത്തിൽപ്പെട്ടവനോ ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ ചേട്ടൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരാള് ആളുടെ ഭാഗത്തുനിന്ന് ചേട്ടന് ഒരു മോശം അനുഭവം. കലാകാരന്മാരല്ലെന്നേ, അല്ലെ കലയുമായി ബന്ധപ്പെട്ടുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ അവരെ എന്റെ ഈ മനസ്സിനൊരു മതിൽ കെട്ടി വെച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ വെച്ചേക്കണത്. അതിലേക്ക് അവർക്ക് പ്രവേശനമില്ല. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു അനുഭവം ഉണ്ടാവില്ല, ഒരു നെഗറ്റീവ്. നമ്മൾ അത്രയും പ്രിയപ്പെട്ടതെന്ന് കരുതിയ ഒരാള്, നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ച ഒരാള് നമുക്ക് ഒട്ടും സപ്പോർട്ട് തരാത്ത രീതിയിൽ നമ്മൾ തകർന്നു പോയി. അതിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക, ഇനി ഒരാളെയും നമ്മൾ അങ്ങനെ ചെയ്യില്ലാന്ന്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ചേട്ടനും ഇങ്ങനെ ഒരു ഈ മതില് കെട്ടുക എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക? നമുക്ക് എല്ലായിടത്തും നെഗറ്റിവിറ്റീസും പോസിറ്റിവിറ്റീസും ഉണ്ട്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കലാകാരന്മാർക്ക് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മൾ ഒരാളുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളുടെ നിഴല് കണ്ടാൽ ഞാൻ അയാളുടെ ക്യാരക്ടർ പറയുന്നു. എങ്ങനെ?
നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ഞാൻ എപ്പോഴും ഈ മിമിക്രി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഒരു ഫംഗ്ഷൻ നടക്കുന്നത് പോയാലും ബസ് സ്റ്റാൻഡിൽ നിന്നാലും എന്റെ പരിപാടി ഈ ആരും അറിയില്ല അവരത് ആരും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരും കീനായിട്ട് എന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെന്നല്ലേ അതിന്റെ അർത്ഥം. എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അവരുടെ ക്യാരക്ടർ പഠിക്കും. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയല്ല, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ അവർക്കൊരു ജോലിയൊക്കെ ഞാൻ മനസ്സിലിടും. ഞാൻ അയാളൊരു ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്, അയാളുടെ പേര് ഒരു കുറിപ്പ് ചേർത്തിട്ടുള്ള പേരാ, പക്ഷെ പ്രായമുള്ള ആളായിരിക്കും. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യ ഇയാളെ ഭയങ്കരമായിട്ട് ഇയാളെ കെട്ടിയിട്ട് വളർത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഭാര്യയുടെ കീഴിലാണ് അയാൾ. അങ്ങനത്തെയൊക്കെയാണ്. അയാൾ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇതിൽ ഏകദേശം ഈ പറയുന്ന 7 കാര്യങ്ങളിൽ ഒരു 5 ഒക്കെ ആയിരിക്കും. അതൊരു തരം നമ്മളുടെ ഈ അനുഭവങ്ങൾ കൊണ്ട് വന്നേക്കണം. ഞാൻ 10-30 വർഷമായി. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ആളുകളെ ഒബ്സർവ് ചെയ്തും ഓരോരുത്തരെയും കണ്ട് അവരുടെ ശൈലിയും അവരുടെ നടപ്പും സംസാരവും രീതിയും അവരുടെ ഒരു വ്യക്തിത്വം ഒക്കെ പഠിച്ചിട്ടാണല്ലോ മിമിക്രി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നത് ഇവൻ ക്യാരക്ടർ ഒബ്സർവേഷൻ. നമ്മളിപ്പോ നടനായതുകൊണ്ട് നമ്മൾ ഓരോ ക്യാരക്ടർ ഇങ്ങനെ ഒബ്സർവ് ചെയ്താലേ നമുക്കൊരു അടുത്തൊരു നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ ആക്കി ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ശീലം, എന്റെ ഒരു ഹോബിയാണ്. ഞാൻ ഇങ്ങനെ പൊതുമൊത്തത്തിൽ എന്നെ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം ഹാജിറേനെ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ കൂടുതൽ ഇതിന്റെ തലക്കകത്തിട്ട് പറയേണ്ട കാര്യങ്ങളെ ആലോചിക്കുന്നു. ടെൻഷനിലുണ്ട്, അതുകൊണ്ട് അധികം ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് പിന്നീട് പറഞ്ഞുതരാം. ഇത് തീരണതിന് മുന്നേ എന്റെ എന്തെങ്കിലും കുറച്ച് 2-3 ക്യാരക്ടർ തീരുന്ന സമയത്ത് ഞാൻ പറയാം. ഒന്നല്ല നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലത്തെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ ചേട്ടൻ പോയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. മിമിക്രി കലാകാരന്മാര് അല്ലെങ്കിൽ ഇതുപോലെ സ്കിറ്റ് ചെയ്യുന്നവര്, കോമഡി ആർട്ടിസ്റ്റ്, മൂവീസ് അല്ലാണ്ട് ഈ മേഖലയിൽ എത്തിപ്പെടാൻ കുറെ ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ പഴയ കാലഘട്ടം, നിങ്ങളെയൊക്കെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ നാടകങ്ങൾ, ടിവിയിൽ വരാത്ത പ്രോഗ്രാംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ ഈ ഇതിലേക്കൊക്കെ എത്തിപ്പെടാൻ? അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഇപ്പൊ സിനിമയാണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളുടെ അത്രയും കഷ്ടപ്പാടില്ല ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്കിപ്പോ വീടിന്റെ അകത്ത് ഇരുന്നിട്ട് നമ്മുടെ മൊബൈൽ ക്യാമറ നോക്കിയിട്ട് ഒരു പാട്ട് പാടുകയോ അല്ലെ അവരവന്റെ ടാലന്റ് എന്താണോ അത് കാണിക്കുകയോ ചെയ്താൽ ഇന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും, പെട്ടെന്ന് അവസരങ്ങൾ വരും, പെട്ടെന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താം. ഇപ്പൊ എത്രയോ ചാനലുകളിൽ ഇപ്പോ ഇത് ഐറ്റം വേറെ അല്ലെങ്കിൽ ബമ്പർ ഞങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള പുതിയ ടാലന്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ നേരത്തെ വന്നത് ഭാഗ്യമാണെന്ന് കരുതുന്ന ആളാ. എന്താന്ന് വെച്ചാല് നമ്മളെക്കാൾ ടാലന്റ് ഉള്ള ആൾക്കാർ ഇപ്പൊ ഉണ്ട്. പലപ്പോഴും എനിക്ക് എന്നോട് പലപ്പോഴും ഇങ്ങനെ ചോദിക്കും, ചേട്ടന് ഇത്രയും കാലമായില്ലേ, എന്താണ് നല്ലൊരു റോളില് നല്ലൊരു സംഭവമായിട്ടൊക്കെ. അപ്പൊ ഞാൻ പറയാറുള്ളൊരു കാര്യം, എന്നേക്കാൾ ടാലന്റ് ഉള്ള ആൾക്കാർ പുറത്ത് നിൽക്കുക. അപ്പൊ അവര് ചിലപ്പോ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ആകാനായിരിക്കും. നമ്മളെപ്പോഴും നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കുറച്ച് താഴേക്കും കൂടി തിരിഞ്ഞു നോക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയോ സ്റ്റെപ്പ് കഴിഞ്ഞ് വന്ന ആളാണ്. നമ്മളെക്കാൾ ടാലന്റ് ഉണ്ടായിട്ട് ഇവിടം വരെ എത്താൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. ഞാനിത് ഒരു എളിമ അല്ലെങ്കിൽ ഒരു വിനയം അതൊന്നും വാരിക്കോരി പറയുമല്ല, സത്യസന്ധമാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നതാണ്. ആളുകൾ പാട്ട് പാടുന്നു, പുതിയ ടാലന്റഡ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, ചെറിയ കരവിരുതുകൾ, മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണും ഞെട്ടിപ്പോവില്ലേ. ഇവരൊക്കെ എത്രയോ ഇതൊക്കെ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴല്ലേ. അപ്പൊ ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാന്ന് പറയുന്ന ഒരു ടാസ്കും കൂടി ഇതിന്റെ പുറയിലുണ്ട്. ആദ്യത്തെ കമ്പാർട്ട്മെന്റ് അവസരമാണ്. അതിൽ കയറി കഴിഞ്ഞാലും കമ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അത് നിലനിൽപ്പിന്റെ ഭാഗമാണ്. നിലനിന്ന് പോകാൻ ശ്രമിക്കണം. അവിടെയാണ് ടാസ്കുകൾ കിടക്കുന്നത്. കഴിവിനും ഒക്കെ ഉപരിയായിട്ട് ഇവിടെ ഭാഗ്യം, സമയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിലും ഉണ്ടല്ലേ കാര്യങ്ങൾ. ഭാഗ്യം സമയം കഴിഞ്ഞ് മൂന്നാമത്തതേ കഴിവ് വരത്തുള്ളൂ. ആ കഴിവുണ്ടായിട്ട് കാര്യമില്ല. ഇതിന് ഒത്തിരി സമയം വരണം. ആ സമയത്ത് ഈ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഭാഗ്യം കൂടി അവിടെയാണ് നമുക്ക് പിന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റണം. ഇപ്പം ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഒക്കെ വന്നപ്പോഴാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു ഐറ്റം ശരിക്കും നിങ്ങളുടെ കാലഘട്ടത്തിൽ ആ ഒരു രീതിയിലുള്ള കോമഡി ഉണ്ടെങ്കിലും അതിന് ഇങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് അത് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യകാലത്ത് മിമിക്രിയിലൊക്കെ ഹാസ്യകലാ പ്രകടനം എന്നായിരുന്നു മിമിക്രിയുടെ പേര് തന്നെ. അന്ന് ഈ സ്റ്റാൻഡപ്പ് കോമഡി പാറ്റേണിലായിരുന്നു. അത് ഒരാൾ 2 ആളൊക്കെ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാം. കൊതുക് നാണപ്പൻ ചേട്ടൻ, പിന്നീട് ആലപ്പി അഷ്റഫ് ഖാൻ, പിന്നെ ഫാസിൽ സാർ, നെടുമുടി വേണുചേട്ടൻ, ഇവരൊക്കെയാണ് ഇതിങ്ങനെ തുടങ്ങുന്നതൊക്കെ.
പിന്നീട് ഇത് ഒരു ഗ്രൂപ്പ് ആവുന്നത് കലാഭവനാണ്. കലാഭവനിലാണ് മിമിക്സ് പരേഡ് എന്ന അതെ പേരിൽ 6 പേര് നിരന്ന് നിന്നിട്ട് ഞാൻ ഒരു ഓർക്കുന്നു. ഗ്രൂപ്പായിട്ട് പ്രോഗ്രാം ചെയ്തു. പിന്നീട് ഹരിശ്രീ അങ്ങനെ ഒരുപാട് ട്രൂപ്പുകൾ വന്നു. അങ്ങനെ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി ആ സമയത്തും വൺ മാൻ ഷോ മിമിക്രി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ്. അന്ന് മിമിക്രി വൺ മാൻ ഷോ എന്ന പേര്. അതാണ്. അതിൽ കൂടുതൽ അനുകരണങ്ങളാണ്. അതായത് സിനിമാ നടന്മാരെയും രാഷ്ട്രീയ പ്രമുഖരെയും മറ്റ് സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ അനുകരിക്കുകയാണ്. കണക്ട് ചെയ്തൊരു കഥ പോലെ ആ കഥ പോലെ കൊണ്ടുപോയിട്ട് അനുകരിക്കുന്നു. ഇന്നിപ്പോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ അനുകരണത്തെക്കാൾ ഉപരി ഒബ്സർവ് ചെയ്തൊരു വൺ മാൻ ഷോ പറഞ്ഞ് കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയുള്ള ചില രസ ചരടുകളൊക്കെ കോർത്തിങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഇന്ന് നല്ല മാർക്കറ്റ് ഉണ്ട്. ഇന്നല്ല എപ്പോഴും. ഞാൻ പറയുന്നത് ഇനി കഥ പറയുന്ന ഒരു ചാനലുകൾ തുടങ്ങിയാൽ നല്ല റേറ്റിംഗ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോഡ്കാസ്റ്റും യൂട്യൂബിലെ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല അറിവ് തരുന്ന കാര്യങ്ങളോ ഒക്കെ കേട്ടുകൊണ്ടാണ് ഞാനിന്ന് പാട്ടുകളെക്കാൾ കൂടുതൽ അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ പലരുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ കേൾക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ പറ്റും. നമുക്ക് സമയം പോകുന്ന അറിയില്ല. ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ വണ്ടി ഓടിച്ചാലും എത്തുന്നതേ അറിയില്ല. ഒരു മണിക്കൂറോളം ഇന്റർവ്യൂ ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാൽ ഭാഗം ദൂരം നമുക്കത് കേട്ടോണ്ട് പോവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പോഴും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ വരുന്ന പല ഈ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസസ് ഒക്കെ നമ്മൾ കണ്ട് അതിശയപ്പെടാറുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഇന്റർവ്യൂല് തന്നെ മായാവി അവിടുത്തെ ഒരു വൈറൽ കണ്ടന്റ് ഈ അടുത്ത് ചെയ്ത സ്ത്രീകളെ പറ്റി പറഞ്ഞ് വൈറലായ ഒരു ചേച്ചി മായാവി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. അപ്പൊ അതില് ആ ചേച്ചീനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. ചേച്ചിയും ഇതായിരുന്നു പറയുന്നത്, നമ്മളൊരു കഥ ഉണ്ടാക്കി നമ്മളെ ജീവിതാനുഭവമാണ് അവിടെ കഥയായി അവര് പറയുന്നേന്നുള്ളത്. ചേട്ടനും ആ പ്രോഗ്രാമിൽ പോയില്ലായിരുന്നോ? ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടും. അവരെല്ലാം പറയുന്നത് അവരുടെ ഓൺ സ്റ്റോറീസ് ആന്നൊക്കെ. പക്ഷെ അത് നമ്മളിങ്ങനെ എങ്ങനെയാ നമുക്കിത് ഈ ഹാസ്യ രൂപേണ നമ്മളെ കഥ എപ്പോഴും നമുക്കൊരു പെയിൻഫുൾ ആയിരിക്കും. അത് നമ്മളിങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കണമല്ലോ, അവിടെയാണല്ലോ ആ കഴിവ്. ഇവർക്ക് ബമ്പർ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജസ് എല്ലാം ചിരിക്കണം. അപ്പൊ നിങ്ങളെ പോലെയുള്ള കലാകാരന്മാര് എങ്ങനെ ഈ ഒത്തിരി പെയിൻഫുൾ ആയ കാര്യങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ്. അപ്പൊ നിങ്ങളെ പെയിൻ മറന്ന് ഈ പുറത്ത് ചിരിച്ച മുഖം പ്രൊജക്ട് ചെയ്യാൻ ഒത്തിരി നിങ്ങള് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? പിന്നല്ലേ, ഈ വേദനയിൽ നിന്ന് നമ്മൾ ചിരി കണ്ടെത്തണമെന്നേ. ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കണം. ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ഇതൊരൊറ്റ ലൈഫേ ഉള്ളൂ. ഇതിന് ശേഷം ഉണ്ടോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ജീവിക്കുന്ന ഈ മെമന്റ് ആണ് ശരിക്കും നമ്മുടെ ലൈഫ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാ, കഴിഞ്ഞു പോയത് ഓർമ്മയാ. ഈ മെമന്റ് അങ്ങ് എൻജോയ് ചെയ്യുക. കാരണം എപ്പ തീരും എപ്പ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് ഉള്ള സമയം അത് വേദന തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ചിരിയുടെ എലമെന്റ് കണ്ടെത്തും. അതിൽ ഈ ചിരിയിൽ ഒരുപാട് വേദനയുണ്ട്, വേദനയിൽ ഒരുപാട് ചിരിയുണ്ട്. വേദനിക്കുന്ന കലാകാരന്മാർക്ക് ശരിക്കും അവർക്ക് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ചിരികൾ കണ്ടെത്താനും കൂടി സാധിക്കും. അപ്പൊ നമ്മളുടെയൊക്കെ അനുഭവങ്ങളിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടി ഒരു ഇൻഡെപ്തും കൂടി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതങ്ങനെ എല്ലാ കലാകാരന്മാരും ഇത് അനുഭവിക്കാതെ കഷ്ടപ്പെടാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ട് വരുമ്പോൾ അവരവരുടെ വഴികളിൽ അവര് പിന്നിട്ട വഴികളിൽ ഒരുപാട് അനുഭവങ്ങളും വേദന സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ലൈംലൈറ്റിൽ കാണുന്ന സൂപ്പർ സ്റ്റാർസ് അവരടക്കം അവർ കടന്നു വന്ന വഴികളിലൂടെയൊക്കെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അനുഭവിച്ച് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ഉദയം ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. ഈ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴും ചേട്ടൻ ഒത്തിരി ക്യാരക്ടർ റോൾസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനിയും ചേട്ടൻ ഇനി ചെയ്യാനുണ്ട്, എനിക്ക് ഞാൻ വിചാരിച്ച ഒരു ക്യാരക്ടർ ഇതുവരെ എന്നിലേക്ക് വന്ന് എത്തിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇതൊക്കെ ഒന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇതാവട്ടെ, അതിന് ശേഷം പറയേണ്ട കാര്യങ്ങളല്ലേ. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയാലും ചെയ്യണം എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും ചെയ്യണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് വേഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പക്ഷെ അങ്ങനെ ആലോചിക്കത്തില്ല പോലീസ് വേഷത്തിലേക്ക്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു. ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ചേട്ടൻ ഒരു പോലീസ് വേഷം വരും. ഞാൻ ഈ ക്രൈം ത്രില്ലർ ഫിലിംസിന്റെ ആളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ക്രൈം ത്രില്ലർ സിനിമകളാണ്. പണ്ട് തൊട്ടേ എനിക്ക് പണ്ട് കുറ്റാന്വേഷണ നോവലുകൾ വായിക്കുക, ഡിറ്റക്റ്റീവ് നോവൽസിന്റെ ആളായിരുന്നു ഞാൻ. ബാറ്റൺ ബോസ്, കോട്ടയം പുഷ്പനാഥ്, അപ്പൊ ഇങ്ങനെ ആ പാറ്റേണിലൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആളാ. പിന്നെ ഷെർലക് ഹോംസിന്റെ ഒക്കെ വിവർത്തനങ്ങളും ഒക്കെ വായിക്കും. അപ്പോൾ എവിടെ എനിക്ക് ഈ വായനശാലയിലോ എവിടെ പോയാലും ഞങ്ങൾ സ്കൂളിന്റെ ലൈബ്രറിയിലൊക്കെ പോയാൽ ആദ്യം നോക്കുന്നത് ഈ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ അല്ലെങ്കിൽ മാന്ത്രിക നോവലൊക്കെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അന്ന് തൊട്ടേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സിനിമകൾ കാണുമ്പോഴും
ഇതാ കൂടുതൽ കാണുന്നത്. ഇപ്പൊ ഈ അടുത്ത് കണ്ട ഏതെങ്കിലും ഒരു ക്രൈം മൂവി ചേട്ടനെ ഭയങ്കര ആകർഷിച്ച ഏതെങ്കിലും അതുണ്ടോ? 11 എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ആ ഇഷ്ടപ്പെട്ടു. ആ 11 അത് കുറച്ച് ലോജിക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ഓക്കെ. എനിക്കെന്തോ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദൃശ്യം 3 ഇപ്പൊ കണ്ടു. അതും നന്നായിട്ട് എനിക്ക് ആണോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണാൻ പറ്റിയ ടിക്കറ്റ് ആ ഇല്ല. ടിക്കറ്റ് ഇല്ല. ഫ്രണ്ട് സീറ്റിൽ പോലും ടിക്കറ്റ് ഇല്ല. അതാണ് എനിക്ക് അവസ്ഥ. ആവേശത്തിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പാലക്കാട് വെച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ എന്റെ വീടിനടുത്ത് ആരക്കുന്നം പാൻ സിനിമാസിൽ എടുത്തത്. എന്തോ ആവശ്യത്തിന് എടുത്തപ്പോൾ അവിടുത്തെ കറണ്ട് ലൊക്കേഷൻ ആയിപ്പോയി. അത് കൊഴിഞ്ഞാമ്പാറയിലുള്ള അയ്യോ. വൃന്ദാവൻ തിയേറ്ററിലേക്ക് ആയിപ്പോയി. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോരുക. പിന്നെ ആ ടിക്കറ്റ് ഞാൻ പാലക്കാട് ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കൊഴിഞ്ഞാമ്പാറയിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് എന്റെ സമ്മാനമായിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടം. കാരണം ദൃശ്യം 1, 2, 3 ഇത് മൂന്നും ഒരു ഐക്കോണിക് ആയിട്ട്, അത് മൂന്ന് ഡിഫറെന്റ് ഒരു ഐക്കോണിക് സിനിമാസ് ആയിട്ട് നമുക്ക് കൊറേ റിവ്യൂസ് കണ്ടു. പക്ഷെ കാണുന്ന ഈ റിവ്യൂസ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം. എനിക്ക് ഒരിക്കലും ഈ ത്രില്ലർ സിനിമാസ് നല്ലതാന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ടിക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊറേ നോക്കി, നമ്മൾ എവിടേക്കോ നോക്കി, പക്ഷെ എന്നാലും എവിടെയും ടിക്കറ്റ് ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ക്രൈം ത്രില്ലേഴ്സ് ചെയ്യണം എന്നാണല്ലേ ചേട്ടന്റെ ആഗ്രഹം? അതില് ഈ ഇപ്പൊ ജിത്തു ജോസഫ് സാറിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ആള് ക്രൈം മൂവീസിലൊക്കെ നല്ലൊരു പോലീസ് ഒക്കെ ചെയ്യണമെന്ന്. പോലീസ് വെച്ചാല് ഹയർ റാങ്കിലുള്ളതൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഒരു പോലീസൊക്കെ ആയിട്ടൊക്കെ ആഗ്രഹം ചെയ്യാൻ പറ്റട്ടെ. ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോ എന്തായാലും ചേട്ടൻ ഒരു പോലീസ് സ്റ്റേഷൻ വരും. ചേട്ടൻ നസീർക്കാടെ കട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നസീർക്കാർ സംസാര രീതി അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ആണോ? പക്ഷെ എനിക്കിത് സംസാരിക്കുന്ന സമയത്ത് നസീർക്കാട് ഞാൻ ചെയ്തിട്ടില്ല ഇന്റർവ്യൂ, പക്ഷെ കണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ചില സൈഡിൽ നിന്ന് നോക്കണ ചില ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ കോട്ടയം നസീർക്കാട് ഒരു ആരും പറഞ്ഞിട്ടില്ല. മിമിക്രിക്കാർക്ക് കുറെ ഒരു സിമിലാരിറ്റി ഒക്കെ അത്യാവശ്യം കുറച്ചു പേർക്കൊക്കെ ഉണ്ട്. എന്റെ നവാസിക്കയുടെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാബു ജോസില് ബൈജു ജോസും ഞാനും ഒക്കെ കൂടി പോകുമ്പോ ചേട്ടനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ നസീർക്കയുടെ ആദ്യമായിട്ടാ. പക്ഷെ എനിക്ക് ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ തോന്നി. ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ ബിസി അല്ലാത്തൊരു ദിവസം ചേട്ടൻ ആരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വൈഫും പിള്ളേരും. എന്താ നിങ്ങൾ ഒരു ഷൂട്ട് ഇല്ലാത്ത ചേട്ടൻ്റെ ഒരു ഡേ എന്തായിരിക്കും? രാവിലെ എഴുന്നേക്കുന്നു, ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ വൈഫിനോട് ആദ്യം ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എത്താന്ന്. അതിലാണ് നമ്മുടെ മൂഡ്, അതിലാണ് എന്റെ എയിം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും 11:30 വിളിച്ചാൽ മതി. എന്താ ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ്? ഇഷ്ടമല്ലാത്ത ഗോതമ്പ് ദോശ, ചപ്പാത്തി, ഈ രാവിലെ പൂരി, പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. പിന്നെ അങ്ങനെയുള്ള ആഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ, അപ്പം, ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കും, അത് കഴിക്കും. പിന്നെ വൈഫിന്റെ കൂടെ എനിക്ക് പിന്നെ ഈ പാചകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അടുക്കള കയറി എന്തെങ്കിലും 2 ഡിഷൊക്കെ ഉണ്ടാകും. എന്താ ചേട്ടന്റെ മാസ്റ്റർ പീസ്? അങ്ങനെ ഒന്നും പറയാറില്ല. അങ്ങനെ വലിയ പാചകക്കാരനൊന്നുമല്ല, യൂട്യൂബ് പാചകക്കാരൻ. യൂട്യൂബ് എടുത്ത് നമ്മള് ചിലപ്പോ ഉണ്ടാക്കിയിട്ട് എല്ലാരും ഭയങ്കര നല്ലതാന്ന് പറയണവര് അങ്ങനെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ. അതൊക്കെ ചില ഒത്തുവരും അങ്ങോട്ട്, ചില ദിവസം അങ്ങ് ഒത്തുവരും. പിന്നെ ലെമൺ റൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കർഡ് റൈസ്, ടൊമാറ്റോ റൈസ്, അങ്ങനെയുള്ള ചില ഈ നോർത്ത് മീൻസ് നമ്മുടെ കർണാടക ചില ബിസിബിള ബാത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര കാറാബാത്ത്, അതൊക്കെ ട്രൈ ചെയ്യും. ഓക്കെ. അങ്ങനെ നമ്മള് ദിവസത്തിലേക്ക് തിരിച്ചു വരൂ. എന്റെ വൈഫിനെ സഹായിക്കും. പിന്നെ സിനിമകൾ കാണുമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. അപ്പൊ അവര് എനിക്ക് അയച്ചു തരും പടം, ചില റെഫറൻസസ് തരും. എടാ, ഈ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനൊരു പടം ഉണ്ട്, അത് കണ്ടു നോക്കണം, ഭയങ്കര ഫീലാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇരുന്ന് കാണും. ചിലപ്പോൾ ക്ലാസിക് മൂവീസ് ആണെങ്കിലും ചിലപ്പോൾ പറയും കേട്ടോ. ഞാനൊരിക്കൽ ഒരു എന്താണ് പേര്, ഐ ലവ് മീ എന്ന് പറഞ്ഞൊരു പടം, ഐ ലവ് മീ എന്ന് എന്തോ അങ്ങനെ ഒരു പേരാണ്, കൊറിയൻ മൂവിയാണ്. ആ പടത്തില് അതായത് ആ പടത്തില് ഒരാള് ഒരു ദിവസം എഴുന്നേക്കുമ്പോൾ ഒരു ഫിഗറാ, നെക്സ്റ്റ് ഡേ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ആളായിട്ട് മാറും. വെച്ചാൽ എല്ലാം അപ്പിയറൻസ് കംപ്ലീറ്റ് മാറും. അങ്ങനെ പടമുണ്ട്, അതിന്റെ പേര് ഐ ലവ് മീ എന്നാണെന്ന് തോന്നുന്നു. ആ പടം ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം. അതൊക്കെ ഇങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഇരുന്ന് കാണും.
പിന്നെ ഒബ്വിയസ്ലി ഇങ്ങനെ റീഡിങ് ദിവസം കുറവാണ്. പോവും. പിന്നെ അങ്ങനെ ഒരു ദിവസം ആ പോവും. ഒരു ദിവസമൊക്കെ അങ്ങനെ പോകും. ആ അപ്പൊ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് കുക്കൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്ത് പിന്നെ ഔട്ടിങ് ഞങ്ങള് വൈഫും മക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകും. ഉം, വെറുതെ ആണെങ്കിലും പോകും. ഉം, പോവും. ചെറിയ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചെറിയ ചായക്കടന്ന് കട്ടൻ ചായയോ അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ. ഉം, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാൻഡ് ആയിട്ട് പോകും. ഉം, ഇന്ന് മാക്ഡൊണാൾഡ്സ് ഉം, ഒരു ഇതായിടും ഉം, അങ്ങോട്ട് പോകും. ഉം. പിന്നെ നമ്മൾ റീൽസൊക്കെ കാണുമല്ലോ, അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഇവരിത് നോട്ട് ചെയ്ത് ഇവരെടുത്തിട്ട് വെച്ചിട്ട് പറയും ഇന്ന് അച്ഛൻ ആ, ഇവിടെ പോകണം. ആ, അപ്പൊ അങ്ങനെ നേരെ പോകും. ആ. അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാൾ ഇപ്പോൾ +2 പഠിക്കുന്നു. ഓ, ഇളയാള് 8ാം ക്ലാസ്സിൽ. ഉം, ഉം, 2 ആൺകുട്ടികളാണ്. ഓ, മൂത്തയാളുടെ പേര് അഭിനവ് ശാന്ത്, ഇളയാളുടെ പേര് അർണവ് ശാന്ത്. ഓ. വൈഫ് അഖില, അവള് പൂത്തോട്ട ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ടീച്ചറാണ്, ആ, ആ, ആ. മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അങ്ങനെ അതാണ് അതാണ് ഫാമിലിയുടെ ഫാമിലി. ഒരു പിന്നെ അച്ഛൻ, കാര്യം. അമ്മ. ആ, അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉം, അധ്യാപകനായിരുന്നു, ഉം, കാഥികനായിരുന്നു. ഉം, ചേർത്തല ശശികുമാർ എന്നാണ് അച്ഛൻ്റെ പേര്. സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ അച്ഛൻ ശരിക്കും റിയൽ ലൈഫില്? അച്ഛൻ ഒരു പഴയ ആൾക്കാരല്ലേ. കാരണം ഞാനൊരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറയുന്നത് കേട്ടെ, ചേട്ടൻ ഏതൊരു മൂവി കണ്ടിറക്കിയിട്ട് അച്ഛൻ പറഞ്ഞു ഇതിലെവിടെയാണോ നീ അഭിനയിച്ച? അത് ഏതാന്ന് വെച്ചാല് ഈ ദുൽഖറിന്റെ ഒരു മൂവി ഈ യമണ്ടൻ പ്രേമകഥയില് ഞാൻ ഭയങ്കരമായിട്ട് എന്നോട് താടി വളർത്താൻ പറഞ്ഞു. അപ്പൊ ഒരു വർഷം താടിയും മുടിയും വളർത്തുന്ന ഞാൻ നടന്നു. അപ്പൊ അവസാനം വന്നപ്പോ ഇത്രയും താടിയായി, മുടിയായി. ആ, അങ്ങനെ അപ്പുറത്തൊരു ചെറിയ വില്ലൻ ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. പറഞ്ഞു വന്നപ്പോ കഥയിൽ ഒരുപാടുണ്ടായിരുന്നു. അതായത് 4 5 സീനൊക്കെ പറഞ്ഞതാ. ഈ സിനിമയ്ക്ക് എന്തോ ലെങ്ത് കൂടിയിട്ട് അതൊക്കെ പോയി. അപ്പൊ അവസാനം ഒരു സ്റ്റണ്ട് മാത്രമായി. ഒരു പാട്ട് സീന്റെ അവസാനം നായികയെ കയറി പിടിക്കുന്നു. ഇത് കണ്ടോണ്ട് വന്നിട്ട് ദുൽഖർ എന്നെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ആ ഗ്രൗണ്ടിൽ കുറെ ഇടിക്കുന്നു. അവസാനം ചെളി കൊണ്ട് ഇടുന്നു. ഇത്ര അവസാനം ആദ്യത്തെ സിനിമയിൽ വന്നുള്ളൂ. ഇതിനു വേണ്ടി ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ താടിയും മുടിയും വളർത്തി നടന്നു. അപ്പൊ ഇത് വെച്ചിട്ടാണ് അഭിനയിച്ചത്. ആ സിനിമയിലാണെങ്കിൽ ഫുൾ ടൈം മുറുക്കി ബീഡിയൊക്കെ വലിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പല്ലിൽ കറയൊക്കെ പിടിപ്പിക്കണം. അപ്പൊ എന്നോട് മുറുക്കാൻ പറഞ്ഞു. ഞാൻ മുറുക്കാൻ തുടങ്ങി. അങ്ങനെ ഉള്ളപ്പോഴും ഒക്കെ എവിടെ നിർത്തി ഭായിമാരുടെ അടുത്ത് മുറുക്കാൻ മേടിച്ചിടും. ഇങ്ങനെ മുറുക്കായി. പല്ല് കറ വേണമല്ലോ ഒറിജിനലായിട്ട്. അങ്ങനെ മുറുക്കായി. ആ പടത്തിന് വേണ്ടി ഏകദേശം ഒരു 4 മാസത്തോളം ഞാൻ മുറുക്കി. വെറുതെ മുറുക്കി. പിന്നെ സിനിമയിൽ വന്നപ്പോഴും അവരിങ്ങനെ മുറുക്കാൻ ഇങ്ങനെ വെച്ചേക്കുക ഷോട്ടുകളിൽ എനിക്ക് തരാൻ വേണ്ടി. ഓരോ സമയത്ത് ഞാൻ മുറുക്കാതെ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് വായി വെച്ച് തരും. വാ വിളിച്ചേ. അങ്ങനെ മുറുക്കി 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 ആ പടത്തിൽ ഞാൻ ഇത്രയും 4 സീനോളം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് പാട്ട് സീൻ കഴിയുമ്പോ ഇടിക്കുന്നു എന്നെ പരിപാടി. പക്ഷെ ഈ പടത്തില് എന്നെ മനസ്സിലാവൂല. ഈ താടി അങ്ങനെ ആയതുകൊണ്ട് ദുൽഖറിനെ ഇടിക്കുന്നു. ക്ലോസിലൊക്കെ വരുമ്പോഴേ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ ഈ സിനിമ കാണുമ്പോ ഇപ്പൊ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത്, അച്ഛൻ ഒരു സ്ഥലത്ത്, അമ്മ ഒരു സ്ഥലത്ത്, പിള്ളേര്, വൈഫൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. പടം കഴിഞ്ഞിറങ്ങിയപ്പോ അച്ഛനോട് ചോദിച്ചു നീ ഈ പടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ദുൽഖർ പാട്ട് സീൻ കഴിഞ്ഞിട്ട് ഇടിക്കില്ലേ. അപ്പൊ അച്ഛനെ പറഞ്ഞത് എന്തിനാടാ ആ താടി മുടിയൊക്കെ വടിച്ചു കളഞ്ഞ് നിന്റെ ഈ കോലത്തിൽ പോയി അഭിനയിച്ചാ പോരായിരുന്നോ. ഞാൻ പറഞ്ഞു എന്നെ ഈ കോലത്തിൽ കണ്ട ദുൽഖറിന് ഇടിക്കാൻ തോന്നൂല. ദുൽഖറിനെ ഇടിക്കാൻ വേണ്ടിട്ട് ആ ഒരു കോലത്തിലേക്ക് ആയത്. അതാണ് അച്ഛന്റെ നല്ല ക്യാരക്ടറായിരുന്നു. ഞരമ്പ് ഷിബു എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. ഞരമ്പായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അറുക സെറ്റപ്പ്. മറ്റേ അലമ്പ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡ്. അത് നല്ലതായിരുന്നു ആ സിനിമയിൽ. അങ്ങനെ ബാക്കിയുള്ള 3 സീനും കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു. അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ സമയവും ഒത്തു വരണം. അതാണ് ഞാൻ പറഞ്ഞത്. സമയം ഭാഗ്യം, ദെൻ കഴിവ്. മൂന്നാമത്തതാണ് കഴിവ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യമണ്ടൻ പ്രണയകഥയില് വളരെ ഒരു ഭയങ്കര മോശമായ ഒരു ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ഷെയ്ഡ് നമ്മളല്ലാത്ത ഒരു ക്യാരക്ടർ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇല്ലാത്ത ശീലങ്ങൾ, മുറുക്കാൻ പോലെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. അതൊക്കെ നിങ്ങൾ ആ എടുക്കുന്ന ഒരു കോമഡി ചെയ്യുമ്പോൾ നമുക്ക് അത് ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഇതാണല്ലോ. അതിൽ നിന്ന് നെഗറ്റീവിലേക്ക് നിങ്ങളുടെ സ്വിച്ച് വരുമ്പോ അതിനെങ്ങനെ നിങ്ങൾ അതിന് പ്രിപ്പറേഷൻ അതിന്റെ ബാക്കില്? ഞാൻ അതിന് വേണ്ടിട്ടെന്ന് പറഞ്ഞാല് നമ്മളുടെ ചില സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ. അതായത് എന്ത് പറഞ്ഞാലും ഒരു ഇങ്ങനെ വളരെ ആരോഗ്യന്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മളുടെയൊക്കെ സുഹൃത്ത് വലയങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ചില മാനറിസംസ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ ഈ സംസാര ശൈലിക്ക് അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഇതൊക്കെ പഠിച്ചൊക്കെ വെച്ചിരുന്നു ഡയലോഗ് പറയാനും ഒക്കെ വേണ്ടിയിട്ട്. ഞാൻ ഈ കൊച്ചി സ്ലാങ്ങില് കുറച്ചുകൂടി നമ്മുടെ കൊച്ചി വൈപ്പിൻ സ്ലാങ്ങിനൊക്കെ കുറച്ച് മാറ്റം കൂടി ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് അവരുടെ സംസാരത്തിൽ വളരെ ഇതായിട്ട് ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് ഇപ്പം വൈപ്പിൻ പ്രദേശങ്ങളിൽ, വൈപ്പിൻ മുതൽ ചെറായി വരെയുള്ള ആ ഭാഗങ്ങളിലൊക്കെയുള്ള സംസാരം. അപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ അവിടെയുള്ള സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിച്ചും. പിന്നെ ഞാൻ ഈ ഷൂട്ടിംഗ് നടന്നെല്ലാം കടമക്കുടി ഭാഗത്താണ്.
ഓ അപ്പൊ അവിടെ വരുമ്പോൾ അവിടെ ലോക്കൽസുമായിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ വർത്താനം പറയും. ആ ആ വെച്ചാൽ ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ട് ബിബിൻ ജോർജിന്റെ ഒക്കെ ആ വർത്താനത്തിൽ ആ കുറച്ചുണ്ട്. ആ എന്താണ് ചേട്ടാ, ആ എന്താണ് നിങ്ങൾ, എന്താണ് ഇങ്ങനെയൊക്കെ ആ അങ്ങോട്ട് പോകണ ആ ഇങ്ങനെ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ കുറേ ഇങ്ങനെ, അപ്പൊ ഞാൻ ഇവനോട് തന്നെ പറഞ്ഞും ഉം, ഞാൻ അവനോട് പറഞ്ഞും ഉം, ഒക്കെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിരുന്നു, ഉം, ഡയലോഗ്സ് ഒക്കെ പറയാൻ വേണ്ടി. എവിടെ ഡയലോഗ്, ഉം. ഒന്നും ഡയലോഗ് ഉണ്ടായില്ല. ആകെ ഒരു ഡയലോഗ് ഒന്നോ രണ്ടോ എനിക്ക് ഓർമ്മയില്ല, ഉം, അത്രയും ഉണ്ടായുള്ളൂ. ഉം. പക്ഷെ ഉണ്ടായിരുന്ന സീൻസ് കട്ടായി പോവുകയും ചെയ്തു. പോവുകയും ചെയ്തു. അങ്ങനെയാണ്. അതുകൊണ്ട് നെഗറ്റീവ് ഷെയ്ഡ്സിന് അധികം ആ ഒരു ഇടിയുടെ ഒരു പോർഷൻ മാത്രമേ മാത്രമായി ഒതുങ്ങിപ്പോയി. വന്നോളൂ. പിന്നെ ഒരു സീരിയലിൽ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ചെയ്തായിരുന്നു. ഉം, ഉം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണച്ചൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. റാണി രാജ എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. ഓ പിന്നെ ആ സീരിയൽ അങ്ങനെ ഒരുപാട് കണ്ടിന്യൂ ആയി പോയില്ല. ഓ അപ്പം അതുകൊണ്ട് അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ ഇടയ്ക്ക് മാറി മാറി വന്ന്, അപ്പം അതുകൊണ്ട് പിന്നെ സീരിയൽ ഇടയ്ക്ക് വെച്ച് നിർത്തി. പക്ഷെ അത് ആ ക്യാരക്ടറിന് എനിക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു. ഉം. ചേട്ടൻ ഇതിനു മുന്നേ ഒരു തിരക്കഥ ചേട്ടന്റെ മനസ്സിലുണ്ട്, ഒരു കഥയുണ്ട്, അതെന്തെങ്കിലും ഒരു മൂവി ആക്കണം എന്ന് പറഞ്ഞായിരുന്നു. കണ്ടോ, ഒരു ഇന്റർവ്യൂല് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മനസ്സിലൊരു കഥയുണ്ട്, അത് നല്ല ഒരു ഇത് വന്നാലേ എനിക്ക് അതിനെ ഒരു മൂവി ഒന്നൊന്നുമല്ല, ആക്കണം. ഇഷ്ടം പോലെ കഥയുണ്ടെന്നാണോ? ലോകത്ത് എല്ലാവരിലും കഥയില്ലേ. അതെ ഇപ്പൊ ഹാജിറയ്ക്കും പറയാനുണ്ടാവും കുറെ കഥകൾ. അതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കഥകളൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ, കഥകളൊക്കെ നമുക്ക് കാലഹരണപ്പെട്ടു പോകും. മിമിക്രി ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ചേട്ടൻ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നസെന്റ് ചേട്ടനായിക്കോട്ടെ, ജഗതി ചേട്ടനായിക്കോട്ടെ, ഒത്തിരി പേരെ എവിടെയും കാണിക്കാത്ത, പക്ഷെ ഇപ്പൊ റീസെന്റ് നിൽക്കുന്ന ഏതെങ്കിലും ആക്ടേഴ്സിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ ആരെ കാണിക്കും? കുറച്ച് മുമ്പ് കാണിച്ചത് നമ്മുടെ ബൈച്ചേട്ടനെ. അല്ല, അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ എവിടെയോ അത് എവിടെയും ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനം നമുക്ക് വേണം. റീസെന്റ് നിൽക്കുന്ന പുതുതലമുറയിലെ ആരെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ആക്ടിങ് ഫീൽഡിൽ ഭയങ്കര ആക്റ്റീവായി എന്താന്ന് വെച്ചാല് പുതിയ തലമുറയിലെ ആരെയും അങ്ങോട്ട് പരിശീലിച്ചില്ല. ആണോ? മനഃപൂർവ്വം ചെയ്യാഞ്ഞതാ. അന്തിറ്റി. അല്ല, എന്താന്ന് വെച്ചാല് മിമിക്രി ചെയ്യുന്നതിലുള്ള ഒരു കുഴപ്പം, നമ്മൾ അഭിനയിക്കുമ്പോ അതിന്റെ ഒരു ചെറിയ ഷെയ്ഡ് നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇത് വീണ്ടും ഇത് പഠിച്ചുകൊണ്ടിരുന്നാലുള്ള കുഴപ്പം, ഇപ്പൊ ഇരിക്കുന്നതും പിന്നെ കൂട്ടത്തിൽ ഈ വരുന്നത് എല്ലാം കൂടി കയറി നമുക്ക് അതൊരു ബാധ്യത ആവണ്ടെന്ന് വെച്ചിട്ട്. കാരണം ഇപ്പൊ നമ്മൾ കുറച്ചു നാളായിട്ട് ഇങ്ങനെ അഭിനയം എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സീരിയല്, സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ്സ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ താരങ്ങളെ അങ്ങോട്ട് പഠിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ, പിന്നെ ചില ആർട്ടിസ്റ്റുകളൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്റെ പൊന്നു മാമച്ച അജു ചേട്ടനല്ലേ? അതെ, എന്റെ പൊന്നു മാമച്ച, ഇതൊക്കെ നേരത്തെ ട്രൈ ചെയ്ത് ചിലപ്പോ കിട്ടുമായിരുന്നു ചില സമയത്തൊക്കെ. എന്ന് പറഞ്ഞ പോലെ പിന്നെ പുതിയ തലമുറയില് ആരാണ്, പുതിയ തലമുറയില് അങ്ങനെ ചിലരുടെ ടോൺ അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല പലരുടെയും. അതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ മിമിക്രി ചെയ്ത് ശീലിച്ച് വന്നാൽ സിനിമയിൽ അത് എഫക്ട് ചെയ്യും എന്നുള്ള ഒരു ഫാക്ടർ അത് വരും വരും വരും. അത് മിമിക്രി എന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ. നസീർക്കയ്ക്ക് വന്നിട്ടുണ്ട്, ദിലീപേട്ടന് സംഭവിച്ചിട്ടുണ്ട്, ജയറാമേട്ടന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക്, ഒരു 90% ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അവരത് താരങ്ങളെ കൂടുതൽ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അല്ലാതെ താരങ്ങളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു ഷെയ്ഡ്സ് എപ്പോഴും, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അത് ഓർമ്മ വരുന്നതുകൊണ്ടാണോ പോലും എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാം. അപ്പോൾ നമ്മളിത് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മളുടെ എന്താ പറയുക, തന്മയത്തുള്ള ഒരു അഭിനയം കാണാനല്ലേ. അതെ അതെ, തീർച്ചയായും. അപ്പൊ നമ്മള് ഇത്രയും നേരം സംസാരിച്ചു, എനിക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റി. ചേട്ടന്റെ എന്താ പറയാ, ചേട്ടൻ ഈ മിമിക്രി സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ ചേട്ടന്റെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചേട്ടന്റെ സക്സസ് സ്റ്റോറീസ്, ഇതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ആ 3 കാര്യം മറന്നിട്ടില്ല. അത് എന്റെ 3 കാര്യങ്ങൾ. ചേട്ടൻ ഭയങ്കര ഒബ്സർവേഷന്റെ ആളാണ് എന്നൊക്കെ ആദ്യമേ പറഞ്ഞല്ലോ. എന്നാലും എന്റെ ഒരു എന്തെങ്കിലും പറയൂ. ഹാജിറ പെട്ടെന്ന് നെർവസ് ആവുന്ന ഒരാളാണ്. പക്ഷെ വൺസ് നിങ്ങൾ നെർവസ് ആയാലും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സംഭവം വന്ന് വീണ് നിങ്ങൾക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടിയാൽ നിങ്ങൾ നല്ല രീതിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോകും. കറക്റ്റ് അല്ലേ? ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ സംഭവിച്ച കാര്യം അതാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. കാരണം ഹാജിറ ആദ്യം നെർവസ് ആയി, പലതവണ ഒക്കെ വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹാജിറയിൽ സാധനം കിട്ടിയപ്പോ കൊണ്ടുപോയ പോക്ക് കണ്ടില്ലേ? വേറെ ഏതോ യൂണിവേഴ്സിലൊക്കെ പോയി നമ്മള് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ പോലെ. അത് ഒരു വലിയ ക്വാളിറ്റിയാണ് ഹാജിറയുടെ. പിന്നെ ഹാജിറ ഒരുപാട് സുഹൃത്ത് വലയുള്ള ഒരാളാണ്. സുഹൃത്തുക്കളെ ഭയങ്കരമായിട്ട്
ചേർത്ത് നിർത്തുകയും അവരെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യാൻ മീൻസ് അവർ വിശ്വസിക്കുന്ന ഒരാൾ അതെ അതെ അതെ. അല്ലേ, അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്നുവെച്ചാൽ ഹാജിറേനെ അവരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന manipulate ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഹാജിറേനെ അവര് വഴി വിചാരിച്ച മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സുഖായിട്ട് കറക്റ്റല്ലേ? വളരെയധികം. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം ആനന്ദലപ്പിക്ക്? വേണമെങ്കിൽ ഒരു മെന്റലിസം ഒക്കെ ചെയ്യാം സർ. അയ്യോ, എന്താ ഇനി അതും എനിക്ക് തന്നെ ഭയങ്കര മെന്റൽ ഉള്ള ആളാ. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടാ. ഇന്റർവ്യൂ എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാരണം അത്രയും കാഷ്വൽ ആയിരുന്നു. സാധാരണ ചോദിക്കുന്ന ക്ലീശ ചോദ്യങ്ങളൊന്നും അധികം ഉണ്ടായില്ല. അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുഭവങ്ങൾ, കഥകൾ എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയും. അവിടെ പോയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഈ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അയാളുടെ കൂടെ എക്സ്പീരിയൻസ് ഇത് നമ്മളെപ്പോഴും കേൾക്കുന്നില്ല, അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ രസകരമായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.